ഹലോ, ഇന്ന് നമ്മളൊരു പൊടി ഉണ്ടാക്കുകയാണേ. പൊടി എന്ന് വെച്ചാൽ അതൊരു മരുന്നാണ്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യ കാര്യമാണ്. അപ്പം ഞങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ ഓർത്തത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനിക്കൂർക്കയില, ആടലോടകം, തുളസി, പിന്നെ കുടുക്കനൂല്, കുരുമുളക്, കൽക്കണ്ടം, ചുക്ക്, ഇരട്ടി മധുരം, തൃപ്പലി, കുറച്ചരി, ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇലകളെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അച്ഛൻ്റെ ശേഖരണത്തിൽ ഒത്തിരി ഉണ്ട്. കല്ലുരുക്കി, അങ്ങനെ കുറച്ച്, എനിക്ക് ഒത്തിരി പേരൊക്കെ പറയാൻ അറിയത്തില്ല, ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് അച്ഛൻ നിന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അമ്മ ഈ ഇലകളെല്ലാം ചെറുതായിട്ട് അരിയുക. അപ്പം നമ്മളെ ഇത് അരിഞ്ഞിട്ട് ചീനിച്ചട്ടിക്കകത്ത് ഓട്ടുവറവൽ വറക്കത്തില്ലേ, അങ്ങനെ വറുത്ത് പൊടിക്കുക. നേരത്തെ അച്ഛനാണെങ്കിൽ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ചായിരുന്നു എടുക്കുന്നത്, അരിച്ച്. ഞാനിപ്പോൾ അന്നേരം പറഞ്ഞ് മിക്സിക്കകത്ത് പൊടിക്കാമെന്ന്. നമുക്കിതെല്ലാം കൂടെ വറുത്തിട്ട് മിക്സിക്കകത്ത് പൊടിക്കാം. അപ്പോൾ ഇനിയിപ്പം മഴക്കാലം അങ്ങോട്ട് തുടങ്ങി, സ്കൂൾ തുറക്കാൻ പോവുക. അപ്പം നമ്മുടെ പുത്രന്മാർക്കൊക്കെ ചുമയും പനിയും നിർത്താതെ ഇനിയും കാണും. അപ്പം നമ്മളിങ്ങനെ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും അച്ഛൻ്റെ ശേഖരണത്തിൽ, പെട്ടെന്നൊരു വയറിളക്കം വന്നാൽ, ഒരു ഛർദിൽ വന്നാൽ, പനിക്ക് എന്ന് വേണ്ട, അങ്ങനെയുള്ള ചെറിയ നാട്ടുവൈദ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അച്ഛനറിയാം. അപ്പം നമ്മളിത് ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയന് കൊടുത്തു വിടണം. പിന്നെ ഇവിടെ എനിക്കും മകേഷിനും ചുമ വന്നാൽ പിന്നെ ഈ ഒരു അച്ഛൻ്റെ ഈ പൊടി തിന്നാതെ ഞങ്ങൾ എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും, എത്ര മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സിറപ്പുകൾ വാങ്ങിച്ച് കഴിച്ചാലും മാറത്തില്ല. ഒരു 1.5 മാസം അതിവിടെ മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം. ഞങ്ങളില്ല ഡ്രം അടിക്കുന്ന പോലെ ചുമയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടിയിലേ ഞങ്ങൾക്ക് ശമനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നൊരു സാധനമാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീടിന് ചുറ്റുപാട് ഈ സാധനങ്ങളൊക്കെ കിട്ടും, അങ്ങാടിക്കടയിലും ഒക്കെ കിട്ടുമെങ്കിൽ ഇത് ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ വലിയ ചുമയല്ല, കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ജലദോഷപ്പനിയും ചുമയൊക്കെ വന്നാൽ നമുക്കൊന്ന് കൊടുക്കാം. അപ്പം ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഈ ഇലകളെല്ലാം ചീനിച്ചട്ടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കട്ടെ. എല്ലാം കൂടെ ഒന്നിച്ചരിയും തൃപ്പലിയും ഇരട്ടി മധുരവും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വറക്കുന്നത്. കൽക്കണ്ടം ഞാൻ മാറ്റി വെച്ചു. അപ്പം ഇത് നമ്മൾ വിഷമുള്ള ഇലയൊന്നും അല്ല, നമ്മുടെ തുളസിയും ആടലോടകം, പനിക്കൂർക്കയില, തൃപ്പലി, അപ്പം ഇതെല്ലാം കൂടി ഇട്ടതാണ്ട് നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ മൂക്കുന്നത് വെച്ചാൽ ഈ ഇല നമ്മളെടുത്ത് ഒടിക്കുമ്പോൾ നല്ലതായിട്ട് പൊടിയണം, ആ രീതിയിൽ മൂപ്പിക്കണം. കണ്ടോ? ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ? നല്ലതായിട്ട് പൊടിഞ്ഞ്. അപ്പോൾ ഇത് നമുക്കിനി ഇതങ്ങോട്ട് ആറാൻ വെക്കാം. അപ്പോൾ കൽക്കണ്ടം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് ഇത് ആറാൻ വെച്ചിട്ട് മിക്സിക്കകത്ത് നന്നായിട്ട് പൊടിച്ച് നമ്മൾ ഒരു ചെറിയ കണ്ണിയകലമുള്ള അരിപ്പ വെച്ച് ഒന്ന് ഇടഞ്ഞെടുക്കും, ഈ പൊടി മാത്രം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ജീരകമൊക്കെ ഇടുന്നവരുണ്ട്. ഞങ്ങളിപ്പോൾ ജീരകമൊന്നും ഇടുന്നില്ല. ദേ കണ്ടോ? ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിക്കട്ടെ. ഇപ്പോൾ കൽക്കണ്ടം മേടിച്ചുകൊണ്ട് വന്ന ഏകദേശം ഞങ്ങളൊക്കെ എല്ലാവരും, പിള്ളേർ സെറ്റും ഞങ്ങളെല്ലാവരും കുറേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് പൊടിക്കാം ഇത്. നമ്മുടെ പൊടി നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എളുപ്പം വരാം.